ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീഡി ഗേൾ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും വെച്ച് ചെയ്യുന്ന ഒരു ഡിസൈനാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സെറി ത്രെഡ് വേണം, പിന്നെ ഷുഗർ ബീഡ്സ് വേണം, 2 ബീഡ്സ് വേണം, ചെറിയ 2 ബീഡ്സ് മതി. പിന്നെ ഞാൻ ഈ ആങ്കർ ത്രെഡ് വെച്ച് ചെയ്യുന്നതിന് ആങ്കർ ത്രെഡ് ഒരു ആഷ് കളറിലുള്ള ആങ്കർ ത്രെഡാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ആങ്കർ ത്രെഡ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നീഡിൽ നമ്പർ 16 പിന്നെ ബീഡ്സ് വെച്ച് ചെയ്യാൻ വേണ്ടി നീഡിൽ നമ്പർ 9 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സാധാരണ നമ്മൾ മെഷീനിൽ തയ്ക്കുന്ന ബ്ലാക്ക് കളറിലൊരു ത്രെഡും വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡിസൈന്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഡിസൈനിലെ എല്ലാ ലൈൻസും കംപ്ലീറ്റ് ചെയ്യുന്ന സെറി ത്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും എൻഡ് തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, ഈ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഡിസൈൻ്റെ ഈ ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറി ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ഇത് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു സ്വല്പം മുന്നിലേക്കാക്കിയിട്ട് നീഡിൽ താഴ്ത്തുക. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കിട്ടും. ചെറിയ ഒത്തിരി സ്പേസ് ഇടാതെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വലിച്ചു പിടിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഒത്തിരി ലൂസ് ആക്കിയിട്ട് ചെയ്യാനും പാടില്ല. പിന്നെ സ്വല്പം മുന്നിലേക്കാക്കിയിട്ട് വീണ്ടും നീഡിൽ ഉയർത്തിയിട്ട് വീണ്ടും നേരത്തെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ പോലെ കിട്ടിയില്ല, അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒട്ടും സ്പേസ് വിടാതെ നേരെ ഫ്രണ്ടിൽ തന്നെയായിട്ട് നീഡിൽ താഴ്ത്തുക. അപ്പം വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കിട്ടിയില്ല. വീണ്ടും ഇതുപോലെ തന്നെ സ്വല്പം കൂടെ നീഡിൽ ഇച്ചിരി നീക്കിയിട്ട് നീഡിൽ വീണ്ടും ഉയർത്തിയിട്ട് വീണ്ടും ഈ നേരത്തെ സ്ട്രെയിറ്റ് ലൈൻ പോലെ കിട്ടിയതിന് നേരെ ബാക്കിൽ തന്നെ നേരെ ഫ്രണ്ടിൽ വീണ്ടും നീഡിൽ താഴ്ത്തുക. ഇങ്ങനെ ആ ലൈൻസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലെ ആ ഡിസൈനിലെ എല്ലാ ലൈൻസും കംപ്ലീറ്റ് ചെയ്യുക. ഈ ട്രൈപോഡ് എൻ്റെ കൈ ഒന്ന് തട്ടി ഇളകിപ്പോയി, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നത്. ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇനി നമുക്ക് ഈ ലൈൻസിന് മുകളിൽ ബീഡ്സ് വർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ത്രെഡാണ് എടുത്തേക്കുന്നത്, ബ്ലാക്ക് കളർ ത്രെഡാണ് എടുത്തേക്കുന്നത്. അതിന് രണ്ട് എൻഡും കൂട്ടി കെട്ടിയിട്ടുണ്ട്. പിന്നെ നീഡിൽ നമ്പർ 9 ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്.
എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നീഡിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അതിലേക്ക് ഓരോ ബീഡ്സ് വീതം കയറ്റിയിട്ട് ഷുഗർ ബീഡ്സ് ആണ് എടുക്കുന്നത്. ജസ്റ്റ് കയറ്റിയിട്ട് വീണ്ടും ഈ നമ്മൾ തയ്ച്ചു കൊടുത്ത ആ ലൈൻസിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ നീഡിൽ കയറ്റി ഇറക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഒരു സൈഡിലായില്ലേ, ഇനി നെക്സ്റ്റ് വീണ്ടും ഒരു ബീഡ് കയറ്റിയിട്ട് നെക്സ്റ്റ് ലൈനിനകത്തൂടെ കയറ്റുക. ഇതുപോലെ തന്നെ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും ഇതുപോലെ തന്നെ. ഇത് ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഈ ലൈൻസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫിറ്റായിട്ട് വേണം ഈ ലൈൻസ് സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ ഒത്തിരി ഗ്യാപ്പ് ഇടാതെ വേണം. ഒത്തിരി നീളം കൂട്ടി ലെങ്ത് കൂട്ടിയിട്ട് നമ്മൾ ഈ ലൈൻസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലൈൻസ് ലൂസാക്കി തയ്ച്ചു കഴിഞ്ഞാൽ ഇതിനിടയിൽ കൂടെ തന്നെ ഈ ഷുഗർ ബീഡ്സ് ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ടാവുകൊണ്ട് അങ്ങനെ ഫിറ്റായിട്ട് വേണം ഈ ലൈൻസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മൾ ചെയ്ത ഡിസൈൻ്റെ അറ്റത്തായിട്ട് ഫ്ലവർ ചെയ്യാം. ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 6 strands നൂലാണ് എടുത്തേക്കുന്നത്, ആങ്കർ ത്രെഡ്. ഞാൻ ഇത് ആഷ് കളർ എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഒരു 3-4 ഫ്രഞ്ച് നോട്ട് അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ റാപ്പ് ചെയ്ത് 2 ബീഡ്സും കൂടി ചെയ്യുക. അതാണ് ഡിസൈൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വേരിയേഷൻസ് ഒക്കെ വരുത്താം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി ഫ്രഞ്ച് നോട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ ആ നീഡിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അതിൽ 1-2 പ്രാവശ്യം ആ നൂലൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പം നമുക്ക് ലൂപ്പ് പോലെ കിട്ടില്ല. അപ്പോൾ അതിനകത്തൂടെ നീഡിൽ താഴ്ത്തുക. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട, നമ്മൾ നീഡിലൊന്ന് ആ ത്രെഡ് ഒന്ന് വലിച്ചു പിടിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കെട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത്ര മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഫ്രഞ്ച് നോട്ടിന് ചുറ്റും 2 ബീഡ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 9 ബീഡ്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ കുഞ്ഞ് ബീഡ്സ് ആണ് ചിലപ്പം 10 വേണ്ടി വരും, അല്ലെങ്കിൽ 9 മതിയായിരിക്കും. എന്നിട്ട് നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ കൊണ്ട് നീഡിൽ താഴ്ത്തുക. അപ്പം നമുക്കൊരു റൗണ്ട് ഫിഗറായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ കറക്റ്റായിട്ടിരുന്നോളും. വേണമെങ്കിൽ ആദ്യം 2 ബീഡ്സ് വെച്ചിട്ട് ഒരു റൗണ്ട് ഫിഗർ ആക്കിയിട്ട് അതിനകത്ത് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. എനിക്കിതാണ് കൂടുതൽ എളുപ്പം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. നമ്മൾ ഈ 2 ബീഡ്സ് ചെയ്തിരിക്കുന്നത് സാധാരണ ത്രെഡിലാണ്. അതിൻ്റെ 2 എൻഡും കൂട്ടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയാൻ മറന്നുപോയി. ബ്ലാക്ക് കളർ ത്രെഡാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത ഡിസൈൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.